പ്രണയക്കണി വിവാദവുമായി വീണ്ടും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി സ്ത്രീകൾ ഇരകളാകുന്നുവെന്നാണ് ഇടയലേഖനം. ഈസ്റ്റർ ദിനത്തിനാണ് ഇടയലേഖനം വായിക്കുന്നത്. മനു ഭര ചേരുന്നു. മനു, നേരത്തെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല എങ്കിൽ പോലും ഏതാണ്ട് സമാനമായ ആരോപണം ഉന്നയിക്കുകയാണ് ബിഷപ്പ്. അതെ, ഇത് തന്റെ സുചിന്തിതമായ നിലപാടാണ് നേരത്തെയും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ലവ് ജിഹാദ് എന്ന വാക്ക് ഉപയോഗിക്കുന്നതിനോട് പലർക്കും അതൃപ്തിയുണ്ട്. പക്ഷെ അതിന് സമാനമായ ചില സംഭവങ്ങളുണ്ട് എന്നായിരുന്നു അദ്ദേഹം അന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള ഇടയലേഖനത്തിലും ഈ കാര്യം തന്നെയാണ് പറയുന്നത്. യാത്രകളിലും ജോലി സ്ഥലങ്ങളിലും പഠന സ്ഥലങ്ങളിലും സ്ത്രീകളെ ഇരകളായി കരുതുന്ന കഴുകൻ കണ്ണുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നാണ് ആർച്ച് ബിഷപ്പ് നിരീക്ഷിക്കുന്നത്. ഇത് അപകടകരമാണ്. പ്രണയക്കെണിയിൽ കുടുങ്ങി നമ്മുടെ പെൺമക്കൾക്ക് ചതിക്കുഴി ഒരുക്കുന്ന സംഭവങ്ങൾ ആശങ്കാജനകമായി വർദ്ധിക്കുന്നു എന്നാണ് ഇടയലേഖനത്തിലെ വരികൾ. പ്രണയക്കെണി എന്നത് അദ്ദേഹം പറയുന്ന നേരത്തെ ഈ ആശയം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ആളുകൾ ഇത്തരം പ്രണയക്കെണികളിൽ ക്രിസ്ത്യൻ പെൺകുട്ടികൾ കുടുങ്ങുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്ക അദ്ദേഹം നേരത്തെയും പങ്കുവച്ചിരുന്നു. സമാനമായ ഒരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ ഈ ഇടയലേഖനത്തിലും പങ്കുവയ്ക്കുന്നത്. സ്ത്രീകളുടെ കണ്ണീരൊപ്പുക എന്നത് ഉചിതമായ ഈശോയുടെ ആഗ്രഹമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഈ ഇടയലേഖനം ഈസ്റ്റർ ദിനത്തിൽ കുർബാന മധ്യേ എല്ലാ ഇടവക പള്ളികളിലും വായിക്കാനായാണ് തലശ്ശേരി അതിരൂപതയുടെ മെത്രോപോളിത്ത മാർ ജോസഫ് പാംപ്ലാനി നൽകിയിട്ടുള്ളത്. പൊതുവെ സ്ത്രീകളെ സംബന്ധിക്കുന്ന വിഷയങ്ങളാണ് ഇതിൽ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. ഈ സ്ത്രീധന സമ്പ്രദായത്തെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. അത് ഇന്നും സമൂഹത്തിൽ ഉണ്ട്. അത് സ്ത്രീധന സമ്പ്രദായത്തിന്റെ സ്വാധീനമുണ്ട് തുടങ്ങിയ ആരോപണങ്ങളും അദ്ദേഹം മുന്നോട്ട് വയ്ക്കും. മനു ഭരത് വിവരങ്ങൾ പങ്കുവച്ചു.